അത് അപ്പീൽ പോകേണ്ട കേസാണത്. കാരണം കേരളം കണ്ട ഏറ്റവും ഭീകരമായിട്ടുള്ളൊരാക്രമണമാണ് 1999 ആഗസ്റ്റ് മാസം 26-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് കതിരൂരിലുള്ള സഖാവ് പി ജയരാജൻ്റെ വീട്ടിൽ നടന്നത്. ഭാര്യയുടെ മുമ്പിൽ വെച്ച് വെട്ടി നുറുക്കിയതാണ്. കൈയും കാലുമെല്ലാം വെട്ടി നുറുക്കി കൈ അറ്റുപോയതാണ്, പിന്നെ കൂട്ടിക്കെട്ടിയതാണ്. ഇപ്പം വിരലുകൾ പലതും ഇപ്പില്ല അദ്ദേഹത്തിന്. അപ്പോൾ ദൃക്സാക്ഷി എന്ന് പറയുന്നത് ജയരാജൻ്റെ ഭാര്യ തന്നെയാണ്. ഈ സംഭവം നടക്കുന്ന ഘട്ടത്തിലാണ് സഖാവ് ജയരാജൻ്റെ ഭാര്യ ഓഫീസിൽ വിളിച്ച് ഈ ഭീകര ദൃശ്യത്തെ സംബന്ധിച്ച് പറയുന്നത്. അങ്ങനെയാണ് അവിടെ സഖാക്കൾ വരുന്നത്. അപ്പോൾ ചോരയിൽ മുങ്ങിക്കുളിച്ച സഖാവ് ജയരാജൻ രക്ഷപ്പെടുമെന്നുള്ള യാതൊരു ധാരണയുണ്ടായിരുന്നില്ല. മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു, പിന്നെ ഹെലികോപ്റ്ററിലാണ് എറണാകുളത്ത് കൊണ്ടുപോയത്. അപ്പോൾ എല്ലാവരും അദ്ദേഹം തിരിച്ചു വരുമെന്നുള്ള യാതൊരു ധാരണയും ആർക്കും ഉണ്ടായിരുന്നില്ല. ഏറ്റവും നല്ല ഒരു കേസ് എന്നുള്ള നിലയിൽ ഏതാണ്ട് 21ഓളം വിറ്റ്നസ്സും അതുപോലെ തന്നെ 10-30ഓളം മെറ്റീരിയൽ ഓബ്ജക്റ്റും അനുബന്ധമായിട്ടുള്ള എല്ലാ തെളിവുകളും വെച്ച് ബഹുമാനപ്പെട്ട സെഷൻസ് കോടതി 9 പ്രതികളിൽ 3 പ്രതികളെ വിട്ട് 6 പ്രതികളെ 10 വർഷത്തേക്ക് കഠിന തടവിന് ശിക്ഷിച്ചതാണ്. എല്ലാ തെളിവും ബഹുമാനപ്പെട്ട വിചാരണ കോടതിയുടെ മുമ്പിലുള്ള സാഹചര്യത്തിൽ സ്വാഭാവികമായും ഈ 3 പ്രതികളെ വിട്ടയച്ചത് ശരിയല്ല, അവരെ കൂടി ശിക്ഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജയരാജൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ ഒരു റിട്ട് അപ്പീൽ കൊടുത്തു. സ്വാഭാവികമായും പ്രതികളും കൊടുത്തു. ആ കേസിൻ്റെ വിചാരണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയരാജൻ ചില ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. അതാണ് ഇന്ന് പത്രങ്ങളിൽ വന്നത്. അത് നമ്മളെല്ലാം ആശങ്കപ്പെടുത്തുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം, ഒരു നല്ല സന്ദേശം ഇപ്പോൾ ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്ന് പൊതുവിലുണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും ജുഡീഷ്യറിയും വെല്ലുവിളിക്കപ്പെടുന്ന സാഹചര്യത്തിൽ എന്ത് വില കൊടുത്തും ഈ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമാണ് പൊതുവിൽ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. LDFും അതുപോലെ തന്നെ CPIMും ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഓട്ടോണമിയും ഇന്ത്യൻ ഭരണഘടനയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകും എന്നുള്ളത് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. അടുത്ത കാലത്തുള്ള ചില വിധികളും വിയോജിപ്പുണ്ടെങ്കിൽ പോലും ശ്രദ്ധേയമായ പല വിധികളും പൊതുസമൂഹത്തിൻ്റെ നല്ല അംഗീകാരം വാങ്ങിയതാണ്. ഇടക്കാലത്ത് നടന്ന പ്രമാദമായ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിധി സെഷൻസ് കോടതി വിട്ടയച്ച ആൾക്കാരെ അടക്കം ശിക്ഷിക്കുന്നതിനും ശിക്ഷിച്ച പ്രതികൾക്ക് കൂടുതൽ ശിക്ഷ കൊടുക്കുന്നതിനുമുള്ള അതിശക്തമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോയത്. അത്തരമൊരു സാഹചര്യത്തിൽ ഭാര്യയുടെ മുമ്പിൽ വെച്ച് അതിക്രൂരമായി കഷ്ണം കഷ്ണമാക്കിയ ഒരു പാർട്ടിയുടെ നേതാവിൻ്റെ, പൊതുപ്രവർത്തകൻ്റെ ജീവൻ ഏതാണ്ട് അപകടപ്പെടുന്ന സ്ഥിതിയിലെത്തിയ ഘട്ടത്തിൽ എങ്ങനെയോ രക്ഷപ്പെട്ടു. അതിൻ്റെ എല്ലാ വശങ്ങളും ബഹുമാനപ്പെട്ട സെഷൻസ് കോടതി പരിശോധിക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രതികളെ വിട്ടിരിക്കുകയാണ്. അതിലൊരു പ്രതിയെയാണ് ശിക്ഷിച്ചത്. അത് തന്നെ 1 വർഷമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളടക്കത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഏതെങ്കിലും ഒരു ജഡ്ജിയെ വ്യക്തിപരമായി ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. ജുഡീഷ്യറിയോടും ജഡ്ജിമാരോടൊക്കെ വലിയ ബഹുമാനവും ആദരവുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ജയരാജൻ ഉയർത്തിയിട്ടുള്ള പ്രശ്നം അത് ഗൗരവമുള്ളതാണ്. മാത്രവുമല്ല, വിചാരണേൻ്റെ ഇടയിൽ തന്നെ ആശങ്ക പ്രകടിപ്പിച്ച് സഖാവ് ജയരാജൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്തയക്കുകയും ചെയ്തതാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ
എന്തായാലും ഇത് അപ്പീലിന് പോകേണ്ട കേസാണ്. പ്രോസിക്യൂഷൻ അപ്പീലിന് പോകണം. അതോടൊപ്പം തന്നെ ഇത്തരം വിധികൾ വരുന്ന സമയത്ത് സ്വാഭാവികമായും നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന ആശങ്ക അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ ഏത് ഭരണഘടനാ സ്ഥാപനത്തിനും മുന്നോട്ട് പോകാൻ പറ്റൂ. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ജുഡീഷ്യറിയും എന്ത് വില കൊടുത്തും സംരക്ഷിക്കപ്പെടേണ്ട ഒരു ഘട്ടത്തിൽ അതിനോട് ഒരു അവമതിപ്പും സംശയം ഉണ്ടാക്കത്തക്ക രൂപത്തിലുള്ള സമീപനം ഒരു രൂപത്തിലും വന്നുകൂടാ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ബോധപൂർവം ജഡ്ജ് ചെയ്തു എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം എൻ്റെ കയ്യിൽ അങ്ങനെയുള്ള യാതൊരു തെളിവുമില്ല. പക്ഷേ ജയരാജൻ കൊടുത്തിട്ടുള്ള ഈ പരാതി അതീവ ഗൗരവമുള്ളതാണ്. അതാണ് ഇന്ന് പത്രങ്ങളിൽ ഇന്ന് വരികയും ചെയ്തിട്ടുള്ളത്.